ഹെൽപ്മീലോട് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാ. ഒരുപക്ഷെ പലരും ചെയ്യുന്നുണ്ടാകാം ഇത്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവർ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. മുട്ട മസാല എന്ന് പറയാം, മുട്ട റോസ്റ്റ് എന്ന് പറയാം, മുട്ട ഫ്രൈ എന്ന് പറയാം, എങ്ങനെ വേണേലും പറയാം ഇതിന്. അപ്പൊ നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അത്രയും എടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിരിക്കുന്നതായത്. പിന്നെ എടുത്തിരിക്കുന്നത് 4 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. അപ്പൊ ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ അങ്ങ് പേസ്റ്റ് ആക്കണം. ഇതിപ്പോ മിക്സിയുടെ ജാറിലിട്ടൊന്നും പേസ്റ്റ് ആക്കാൻ പറ്റില്ല, എന്തുകൊണ്ടേലും ചതച്ച് നമുക്ക് പേസ്റ്റ് ആക്കാം. ബാക്കി ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്ന് ഞാൻ അന്നേരം പറഞ്ഞു തരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി അങ്ങ് പേസ്റ്റ് ആയില്ല എങ്കിലും ഞാൻ ഇതിൽ തന്നെ വെച്ച് ചവച്ചെടുത്തതാണ്. മുട്ട നന്നായിട്ട് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് ചുറ്റും. അത് മുറിഞ്ഞു പോവരുത്, മസാല അകത്ത് കയറാൻ വേണ്ടി ഒന്ന് വരഞ്ഞാ മതി. ഇനി ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ കണക്കില്ല. നമ്മൾ എത്ര മുട്ട എടുക്കുന്നോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി, ഒത്തിരി ഒന്നും വേണ്ട. അപ്പൊ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ലേശം ചൂടാവുമ്പോ അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒത്തിരി വേണ്ട, ഇത്രയും മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ലേശം കുരുമുളക് പൊടി, ലേശം ഗരം മസാല, 1/4 ടീസ്പൂൺ ഒന്നും ഇല്ലത്, ലേശം ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പൊ മസാലയുടെ പച്ചമണം ഒന്ന് മാറി. ഇനി നമുക്ക് ഇതിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തീ തീരെ കുറച്ചേ വെക്കാവേ, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി, ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട. അപ്പൊ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലൊരു രീതി പിടിക്കണം. ഇപ്പൊ തന്നെ മസാലയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. തീ തീരെ കുറച്ചിട്ടാ മതി. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എല്ലായിടവും ആ മസാല നമ്മുടെ വരഞ്ഞിട്ടില്ലയോ, അപ്പൊ അതിന്റെ അകത്തൊക്കെ ആ മസാല ഒന്ന് കേറണം. ഇത് നമുക്ക് ചോറുണ്ണുമ്പോ പെട്ടെന്ന് കൂട്ടാനൊക്കെ കുറവാണെന്ന് തോന്നിയാല് ചോറിന്, ചപ്പാത്തിക്ക്, പൂരിക്ക്, ദോശക്ക്, ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ട് കൂട്ടാൻ എന്ന് പറയാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എരി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോ ഒരു 1/4 ടീസ്പൂൺ പോലും എരി ഇട്ടിട്ടില്ല, കുരുമുളകും ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് എരി ചേർക്കാവൂ. എരി കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അപ്പൊ ഇത്രയും മതി. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രത്തിന്റെ ആവശ്യമേ. അപ്പൊ വളരെ എളുപ്പമാണ്. ഇതെല്ലാരും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും ഒരു ഈസി ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.